ഹലോ അസ്സലാമലൈക്കും. റമദാനൊക്കെ വരാനിരിക്കല്ലേ. അതിന് മുമ്പ് തന്നെ ബെഡ്റൂം ഒന്ന് പുതുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പെയിൻറ്റ് പണിക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ബെഡ്റൂം ആട്ടോ പെയിൻ്റടി തുടങ്ങിയിട്ടുള്ളത്. റൂമത്തെ ചുമരൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്താ വെച്ചാൽ മക്കൾ മൊത്തം ചുമര് അവരെ കലാപരിപാടികളും അവരെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഒരു ബുക്കിലൊന്നല്ല എഴുതണേ, മൊത്തം ചുമരമാര് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേനോണ്ടായിട്ടും പെൻസിലോണ്ടൊക്കെ ആയിട്ട് ആകെ ചുമര് മൊത്തം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോഴത്തേന് ഫുൾ ക്ലീനിങ് ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ടോ. ഒന്നാമത് ചുമര് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് ഇങ്ങനെ പൊട്ടിപ്പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു കാരണമാണ്. അപ്പോൾ അങ്ങനെ എല്ലാതും ഒന്ന് ക്ലീനാക്കിയ സമാധാനമല്ലേ. ഒരു വരുന്നതിന് മുന്നായിട്ട് അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ. ബെഡ് മാറ്റി കർട്ടനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടോ. പിന്നെ ബാക്കി കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഈ ആളിലോട്ട് ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലോ, ഇന്നലെ ഞങ്ങൾക്ക് ഒമാനി വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു. അതും ഹസ്ബൻഡിൻ്റെ ചെങ്ങായിൻ്റെ കല്യാണം കേട്ടോ, ഒമാനിൻ്റെ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഷൂവ നമുക്ക് നല്ല ബീഫ് ഷൂവ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിറ്റേന്ന് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഉച്ചയ്ക്ക് അത് തന്നെ ഉണ്ടായിരുന്നു. രാവിലെ പിന്നെ ഹസ്ബൻഡ് മക്കളെ മദ്രസയിലോട്ട് കൊണ്ടാക്കാൻ പോയപ്പോൾ അവിടുന്ന് പൊറോട്ട വാങ്ങി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ ഫുഡും ഉച്ചത്തെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെയിൻറ്റ് പണിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പെയിൻ്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരൊക്കെ വന്നിട്ടുണ്ട്. അവരവിടെ പെയിൻറ്റ് പണിയും ഒക്കെ തുടങ്ങുന്നുണ്ട്. ആകെ ഒരാൾ തന്നെ ഉള്ളതിന് കേട്ടോ. പിന്നെ ഇത് മോൾക്ക് രാവിലെ കൊടുന്ന പൊറോട്ട വക്ക് അവൾ എണീറ്റപ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ള് പെയിൻറ്റ് പണീൻ്റെ ഓരോ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ചുമരൊക്കെ ഒന്ന് ആദ്യം പൊട്ടിയിടണം, അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് അവർ അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നത് ചുമരി പറഞ്ഞല്ലോ പൊട്ടിപ്പോകുന്നതുകൊണ്ട് തന്നെ പൊട്ടി നന്നായിട്ട് ഇടേണ്ടി വരും. പിന്നെ ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞ് വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏതായാലും പണികൾ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നതാണ് ഒരു റിസ്ക്. പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ മദ്രസയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് 1 മണിയൊക്കെ ആകുമ്പോൾ അവരെ മദ്രസ വിടും കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വരാന്ത ഫുള്ള് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളതൊന്ന് അടിച്ചു വാരി തന്നിട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ക്ലീന്. അവർ എത്ര പണി ചെയ്ത് തന്നോളൂ കേട്ടോ. അങ്ങനെ മോളും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന് ആ വരാന്ത മൊത്തം ക്ലീനാക്കി തന്നിട്ടോ. അതുകൊണ്ട് കുറേ സമാധാനമുണ്ട്. മക്കളും ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. അവിടെ ഒരാളുണ്ടല്ലോ, ഹസ്ബൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ പെയിൻ്റ് അടിക്കുന്നില്ല. അവിടെ വല്ലാതെ ഒന്നും എരപ്പായിട്ടില്ല. ചെറുതായിട്ട് മക്കളൊന്നും ചെറുതായിട്ട് അവരെ കുത്തിവരകൾ അവിടെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഹസ്ബൻഡ് ഒന്ന് ആ ഒരു ഇത് വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താഴത്ത് പോയ പെയിൻറ്റും ഒക്കെ ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അങ്ങനെ ഇതാ ഞാൻ നേരെ റൂമിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. നമ്മൾ കിടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കിയാൽ മക്കൾക്ക് വേഗം കിടന്നുറങ്ങാമല്ലോ ചോദിച്ചു. ഒന്നത് മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മക്കളൊക്കെ പറ്റ ക്ഷീണിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഈ ഒരു ജനാലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ തട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊടി ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് പണി നമുക്ക് ഇതിന്മേൽ എടുക്കേണ്ടി വരും. എല്ലാം ഒന്ന് നീറ്റ് ക്ലീനാക്കി വെക്കണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ റമദാനൊക്കെ വരുമ്പോൾ നമുക്ക് വീട് ഫുൾ ഫ്രഷ് ആയിരിക്കണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ നമുക്ക്. റൂമുണ്ടല്ലോ, റൂം ഫുള്ളായിട്ട് അന്ന് തന്നെ ഞാൻ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമുക്ക് ഒരു റൂം അന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത്രയൊന്നും റിസ്ക് ഉണ്ടാവില്ല വിചാരിച്ച്. ഇതാകുമ്പോൾ അന്നത്തെ ദിവസം എല്ലാവരും ഹെൽപ്പിനും കാര്യത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഞാൻ മാത്രമേ ഉള്ളതിന് കേട്ടോ ഒറ്റയ്ക്ക് എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്യാനും ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഗതികേടില്ലേനു. അന്നത്തെ ദിവസം എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് തന്നെ. അങ്ങനെ ഈ ഒരു ജനാലിൻ്റെ ഈ ഭാഗത്തും നല്ല പൊടി ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടോ. പിന്നെ മക്കളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, പണികൾ എന്താ വേണ്ടത് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു ജസ്റ്റ് ഒന്ന് ഈ ജനാലൊക്കെ ഒന്ന് തോത്തിയെടുക്കാനുള്ളൂ. അത് ഞാൻ ഈ ഒരു ഭാഗം ഞാൻ തോത്തിയെടുത്തുകൊണ്ട് മറ്റേ ജനാല നിങ്ങൾ കഴിയണ മാതിരി തോത്തിയെടുത്താൽ മതി, വല്ലാതെ നിങ്ങൾ അത്ര ഇതാകൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഏതായാലും അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അവർ ആ ഭാഗത്തെ ജനാലൊക്കെ ഒന്ന് ക്ലീനാക്കി തന്നിട്ടോ. പിന്നീട് മക്കൾ കുളിക്കാനൊക്കെ പോയിട്ടോ. ഒന്നാമത് ഇഷാന് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ മക്കളൊക്കെ കുളി കഴിഞ്ഞ് നിൽക്കാണ്ട് പിന്നെ നേരെ അവർ എൻ്റെ ഫോണിലോട്ടാട്ടോ പോയിട്ടുള്ളത്. അതിൻ്റെ ഫോണിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവർ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു, ഇനി ഒന്ന് ഫുള്ള് ഫോണുമ്പോൾ കുറച്ച് നേരം ഇരുന്നോട്ടെ വെച്ചിട്ട് അവരങ്ങനെ അവിടെ ഫോണുമ്പോൾ ഗെയിമൊക്കെ കളിച്ചിട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ മോള് കുളിപ്പിച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റൂമത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ അന്ന് നമുക്ക് നേരെ കിട്ടിയില്ല കേട്ടോ ഉണ്ടാക്കാൻ. പിന്നെ ഒന്നാമത് ഒറ്റ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെയിൻറ്റ് പണിയൊക്കെ ഏകദേശം പിന്നെ നമ്മൾ പറയണോ. പിന്നെ അത് വൃത്തിയാക്കലും ഒക്കെ പാടായിട്ട് ഏതായാലും ഫുഡ് രാത്രി പിന്നെ ഞങ്ങൾ പുറത്തുനിന്നാക്കിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ഫുൾ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടോ. ബെഡ്റൂമത്തെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് കർട്ടൻ പിന്നെ പിറ്റേന്ന് ഞാൻ അലക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 വീണ്ടും കാണുന്നത് വരെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.